ഹല്ലേലൂയ. പക്ഷെ ചില സമയത്ത് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു പ്ലാൻ തരും. 14 വർഷം കാത്തിരുന്നു. എത്ര വർഷം? 14 വർഷം കാത്തിരുന്നു. കുഞ്ഞുണ്ടായില്ല. അപ്പൊ സാറ നല്ല ബുദ്ധിയുള്ള ചേച്ചിയാണ്. സാറ തന്റെ വേലക്കാരിയായിരുന്ന ആഗാർ എന്നൊരു സ്ത്രീയുണ്ട്. എന്താ പേര്? ആഗാർ. തമിഴ് തന്നെയാണോ? ആഗാർ. ആഗാറിനോട് പറഞ്ഞു, നീ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോയി താമസിച്ചോ, കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കുഞ്ഞിനെ എനിക്ക് തരണം. ഒരു എഗ്രിമെന്റ് അവർ നിർമ്മിച്ചു. പക്ഷെ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ, ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ആഗാർ പിന്നെ സാറ പറഞ്ഞൊന്നും കേട്ടില്ല. പകരത്തായി മതി. ആ വീട്ടില് അതുവരെ സെർവൻ്റായിരുന്നു, ഇപ്പോഴായി മാറി. ഇപ്പോൾ ഓണറായി മാറി. അപ്പോ സാറ ഒറിജിനൽ ഓണർ കംപ്ലൈന്റ് പറഞ്ഞു. ആഗാറിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ആഗാറിന് കുഞ്ഞുണ്ടായി. ആ കുഞ്ഞാടിന്റെ പേര് ഇസ്മായിൽ. ഇസ്മായിൽ ഒരു കുഞ്ഞു ജനിച്ചു. എന്നാൽ ദൈവം പറഞ്ഞു സാറയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവും തന്നെയാണ് ദൈവം പറഞ്ഞത്. പിന്നെയും 15 വർഷം കാത്തിരുന്നു. അല്ലെങ്കിൽ ദൈവം പറഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞ് സാറയ്ക്ക് ഒരു കുഞ്ഞ് പറഞ്ഞു. ആ കുഞ്ഞിന്റെ പേരെന്താ? ഇസ്ഹാഖ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ കുഞ്ഞിനെ കുറിച്ച് പറയുന്നതാണ് ദ പ്രോമിസ്ഡ് സൺ എന്ന് പറഞ്ഞാൽ വാഗ്ദത്തത്തിൻ പുത്രൻ. അങ്ങനെയാണ് പറഞ്ഞത്. വാഗ്ദത്തത്തിൻ പുത്രനാണ് ആര്? ഇസ്മായിലോ? ഇസ്ഹാഖ്. ഇസ്മായിൽ ജനിക്കുക എന്നുള്ള ദൈവത്തിന്റെ പ്ലാനാണോ? അല്ല. സാറാക്ക് പറഞ്ഞ മകന്റെ പേരാണ് ഇസ്ഹാഖ്. ആഗാറിന് പറഞ്ഞ മകനാണ് ഇസ്മായിൽ. ഇപ്പൊ 2 ട്രഡീഷൻ വരും. എന്താണ്? ഒന്ന്, ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് വരുന്ന മകൻ. 2, ദൈവത്തിന്റെ പ്ലാൻ അല്ലാതെ ഉണ്ടാകുന്ന മകൻ. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഏത് പ്ലാനാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത്? ഇസ്മായിലിന്റെ ട്രഡീഷനിൽ പോണോ, ഇസ്ഹാക്കിന്റെ ട്രഡീഷനിൽ പോണോ? പകുതിയാളും മനസ്സിലായില്ലേ? പകുതിയാളും വായിക്കണം. ആരുടെ പിന്തുടർച്ചയിൽ പോണോ? അവിടെയും പോണം, ഇവിടെയും പോണം. ആ കസേരയൊക്കെ പുറത്തേക്ക്. Praise the Lord. Hallelujah. രണ്ടുപേർക്ക് തന്ത വേണം. ഇവിടെ പറഞ്ഞ ആശയം എന്താണ്? ദൈവം പറയുന്ന പ്ലാനിൽ പോണോ, മനുഷ്യന്റെ പ്ലാനിൽ പോണോ? ദൈവത്തിന്റെ പ്ലാനിൽ പോകണം. ഒന്ന് കഴിഞ്ഞ് ദൈവത്തിന് ഇനി ചോദ്യോടെ ചോദിക്കുന്നുണ്ടോ? ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞു. എബ്രഹാമിന് എത്ര മക്കളുണ്ട്? ആബ്രഹാമിന് എത്ര മക്കളുണ്ടായിരുന്നോ? ഞാൻ നമ്പറാണ് ചോദിച്ചത്. എത്ര മക്കളുണ്ടായിരുന്നു? ആബ്രഹാമിന് എത്ര മക്കളുണ്ടായിരുന്നു? 1 2 കൈവരുത്തി. 1 എന്ന് പറയുന്ന കൈവരുത്തി നല്ല 1 എന്ന് പറയുന്ന ആളുകൾ, 1 എന്ന് പറയുന്ന ആളുകളെ കൈവരുത്ത്. അപ്പൊ 2 എന്ന് പറയുന്ന ആളുകൾ കൈവരുത്ത്. 2 തലയ്ക്കൊണ്ട് കൈവരുത്ത്. അപ്പൊ കൈതായിട്ടോ. ഇനി പറഞ്ഞ അബ്രഹാമിന് എത്ര മക്കളുണ്ടായിരുന്നു? ഇതൊക്കെ തെറ്റാണ്. നിങ്ങൾ ബൈബിൾ വായിച്ചില്ല. ശ്രദ്ധിച്ചു കേൾക്കാം. ഹാഗാറിന്റെ മകൻ ജനിച്ചു. എന്താ പേര്? ഇസ്മായിൽ. സാറയുടെ മകൻ ജനിച്ചു. അതിന്റെ പേരെന്താ? അത്രയും 2. സാറ മരിച്ചു കഴിഞ്ഞപ്പോ അബ്രഹാം വേറൊരു കല്യാണം കഴിച്ചു. ആ ചേച്ചിയുടെ പേര് കെത്തൂറ അല്ലേ? പറഞ്ഞേ എന്റെ പേര് പറയേ. വായൊന്ന് പറയാം. എന്റെ പേര് പറയാത്ത ആള് പ്രതിവായ തോന്നില്ല. എന്താ പേര്? കെത്തൂറ. ഈ കെത്തൂറയ്ക്ക് ആബ്രഹാമിൽ 6 മക്കളും ജനിച്ചു.
1 + 1 + 6 എത്രയാണ്? പെട്ടകത്തിൽ എത്ര പേരാണ് രക്ഷപ്പെട്ടത്? പ്രൈസ് ദി ലോർഡ്. മനസ്സിലായി വന്നൊക്കെ എഴുതിച്ചിരുന്നു. പണി ഉണ്ടായത് ആരാണ്? നാച്ചുറൽ മാൻപവർ എന്ന് ഒന്ന് ദൈവത്തെ പാരമ്പര്യം ആരുടെ? ഇസ്മായിലിന്റെ പരമ്പര. രണ്ട് ദൈവമുള്ള പരമ്പര. അതാരാണ്? സ്വാഭാവികമായ മനുഷ്യന്റെ പരമ്പര. എന്താണ്? കെട്ടൂറയുടെ 6 മക്കൾ. ഈ 3 പരമ്പരയും ഇപ്പോഴും നിലനിൽക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെതിരായി ചെയ്യുന്നവര് ഈ ടൈപ്പ് ആളുകളൊക്കെ ലോകത്തിൽ ഇപ്പോഴും ഉണ്ട്. ഈ 3 ഗ്രൂപ്പിൽ ഏതെങ്കിലും അതേത് ഗ്രൂപ്പിൽ ചെന്ന് നിൽക്കണം. കൊണ്ടുപോകുന്ന ഇസ്ഹാക്കിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞെന്താണ്? എബ്രഹാമിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ. അറിവ് നമുക്ക് പലർക്കും ഈ അറിവ് നമുക്ക് പലർക്കും ഉണ്ടോ? ഇത് മനസ്സിലായി കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ 2 വാക്കുകളാണ് ദൈവം കൊടുക്കുന്നത്. എന്താണ്? ഒന്ന്, നിനക്ക് മക്കളെ പറയുന്നതാണ്, നിനക്ക് സ്ഥലം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ നിനക്ക് ഇടം നൽകിക്കൊണ്ട് നിന്നെ അനുഗ്രഹിക്കും. 2 ബ്ലെസ്സിംഗ് ആണ് പറഞ്ഞത്. ഒന്ന്, മക്കളെ നൽകി അനുഗ്രഹിക്കും. 2, ഇടം തന്ന് അനുഗ്രഹിക്കും. പ്രോപ്പർട്ടി, ലാൻഡ് പ്രോപ്പർട്ടി തന്ന് അനുഗ്രഹിക്കും. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. സ്വന്തമായി ഇടമില്ലാത്ത ആരെങ്കിലും വാടക വീട്ടിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ സ്വന്തമായിട്ട് ഇടം വീടില്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക. എന്താണ്? ഉള്ളത് വിറ്റവരല്ല, ഉള്ളത് വിറ്റവരല്ല, ആളുകളല്ല, മക്കളെ തന്നെ. അത് 2 ഇല്ലാത്ത ആളുകൾ എന്തെങ്കിലും പ്രാർത്ഥിക്കണം. എബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം എനിക്ക് തരണമേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായോ? മനസ്സിലായി കയ്യിൽ ഇതാണ് എബ്രഹാമായിട്ടുണ്ടാക്കിയ കുടുംബം. 3ാമത്തെ അല്ലെങ്കിൽ ബൈബിളിൽ കാണുന്ന 3ാമത്തെ കുടുംബം. ഇനി നമ്മൾ കാണുന്നു 4ാമത്തെ ഒരു ഉടമ്പടി ബൈബിളിൽ കാണുന്നു. ആരായിട്ടാണ് ഉടമ്പടി ഉണ്ടായത്? അബ്രഹാമിന്റെ കഴിഞ്ഞു. ഇനി ആരാണ് അടുത്ത ഉടമ്പടി വരുന്നത്? ആരായിട്ടാണ്? മോസസുമായിട്ട് ഉടമ്പടിയുണ്ട്. ശ്രദ്ധിക്കുക, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച സമയത്ത് പറയുന്നുണ്ട് ഫ്രീഡം ഓഫ് ചോയ്സ്, തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. എന്താ പറയുക? ഫ്രീഡം ഓഫ് ചോയ്സിന് നമ്മൾ എന്താ പറയാ? അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിൽ നന്മയുണ്ട്, തിന്മയുണ്ട്, ജീവനുണ്ട്, മരണമുണ്ട്. പക്ഷെ ഇത് തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശം നിങ്ങൾക്കാണ്. അതിനെ പറയുന്ന പേരാണ് എന്ത്? ഫ്രീഡം ഓഫ് ചോയ്സ്. ചോയ്സിനെ നമ്മൾ എന്താ പറയുക? വിരുപ്പം. വന്നിരുന്നില്ല. വേണമെങ്കിൽ ദൈവത്തെ ആരാധിക്കാം, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാതിരിക്കാം. ദൈവം പറയുന്നത് വേണമെങ്കിൽ അനുസരിക്കാം, ദൈവം പറഞ്ഞത് അനുസരിക്കാതെയും ലോകത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം പറഞ്ഞ സ്ഥലത്ത് താമസിക്കാതെ അബ്രഹാമിന്റെ കാലം കഴിഞ്ഞു, ഇസ്ഹാക്കിന്റെ കാലം കഴിഞ്ഞു, ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബിന്റെ കാലത്ത് അബ്രഹാമിനോട് പറഞ്ഞ സ്ഥലത്ത് താമസിക്കാതെ യാക്കോബും മക്കളും ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിൽ പോയി കഴിഞ്ഞ് കുറച്ചു നാളൊക്കെ സന്തോഷത്തിൽ ജീവിച്ചു. അത് കഴിയുമ്പോഴായി മാറി അവരെ അടിമകളായി. ദൈവം എന്താണ് കൊടുത്തത്? സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിൽ നമ്മൾ പറയുന്നത് സ്വതന്ത്രം. ആ സ്വതന്ത്രം ഇല്ലാതെ ഇവരെന്തായി മാറി? അടിമകളായി മാറി. അടിമയെ കഴിയുന്നത് ദൈവത്തിന്റെ പ്ലാനാണോ? അല്ല.
ദൈവം മനുഷ്യനെ എന്താണ് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ടാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അടിമയായി ദൈവത്തിന് പ്ലാനല്ല. പക്ഷേ ഇവർ അടിമയായി പോയി. അടിമയായി പോയി കാര്യങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ അടിമത്തത്തിൽ നിന്ന് ഇവരെ വിടുവിക്കുവാൻ അല്ലെങ്കിൽ ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടി ദൈവം പറഞ്ഞയച്ചു. മോശയെ പറഞ്ഞയച്ചു. മോശ ഫറവോയോട് സംസാരിക്കുന്നു, സമ്മതിക്കുന്നില്ല. ഒന്നിന് പറയുക ഒന്നായി 10 എന്താ പറഞ്ഞത്, 10 ബാധകൾ അങ്ങനെയല്ല പറയുന്നത്. 10 കുടുംബങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ 10ാമത്തെ തൂക്കവും കഴിഞ്ഞ സമയത്ത് അവരെ വിട്ടയക്കുന്നു, ചെങ്കടലിൽ കിടക്കുന്നു. ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട സീനായ് മലയുടെ അടിവാരത്തിൽ എത്തുന്നു. ഏത് മലയുടെ പാഠമാണ് സീനായ് മലയുടെ അടിവാരത്തിലെത്തുന്നു. മോശ മുകളിലേക്ക് മലമുകളിലേക്ക് കയറി പോകുന്നു. ആ മലയുടെ മുകളിൽ ഒരു പർവ്വതം ഉണ്ടായിരുന്നു. മലയുടെ മുകളിൽ പർവ്വതം ആ മലയുടെ മുകളിൽ ഒരു വലിയ ചെരുകിലുണ്ട്. പാറ. ആ പാറയുടെ പറയുന്നതാണ് ഹെറോബ് പർവ്വതം. ഹെറോബ് പറഞ്ഞ സീനായ് മലയുടെ മുകളിൽ ഇത് എഴുതിവെക്കി ടീച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആഗ്രഹിച്ചെന്ന് പറയാനായിട്ട് എത്ര കട്ടളെ? 10 കട്ടളെ. എത്ര നിയമം? ഒക്കെ പറഞ്ഞ എത്ര? 10 കട്ടളെ, 613 നിയമങ്ങൾ, ചട്ടങ്ങൾ. 613 ചട്ടങ്ങൾ.